ഉദ്ഘാടന പ്രസംഗം ബഹുമാനപ്പെട്ട ബുഖാരി അബ്രാഹിം ചീഫ് ഇമാം മൈതാനപ്പള്ളി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. ബഹുമാനമുള്ള അധ്യക്ഷൻ ഒറ്റപ്പന മൈതാനി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഖിറാഅത്ത് ഓതിയ ജമീൽ നൗഷാദ്, സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി നൗഫൽ ബഷീർ, ആമുഖ പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ ഹസൻ ബസരി ഉസ്താദ്, അനുമോദന പ്രഭാഷണം നടത്താനിരിക്കുന്ന ബഹുമാന്യനായ കടക്കൽ ശിഹാബുദ്ദീൻ മൗലവി, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ സിറാജുദ്ദീൻ ബാഖവി അൽ-അബ്റാരി, ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആരുടെ നാമോദയത്തിലാണോ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്, അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇപ്പോൾ നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. റജബ് മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്, ബറക്കത്തിന്റെ മാസമാണ്. അതുകൊണ്ടാണ് റജബ് ആഗതമാകുമ്പോൾ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. വരാൻ പോകുന്ന വിശുദ്ധമായ റമളാനെ സ്വീകരിക്കാനും അതിൽ അമൽ ചെയ്യുവാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ എന്ന് നാം ദുആ ചെയ്യാറുണ്ട്. ബർക്കത്തിന്റെ മാസമായിട്ടാണ് റജബിനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെയാണ് അല്ലാഹു ബർക്കത്ത് നൽകിയ ധാരാളം വസ്തുക്കളുണ്ട്. വിശുദ്ധമായ കഅബയെ കുറിച്ചും അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ബർക്കത്തിന്റെ ഫലമായിട്ടാണ്. അല്ലാഹു തആല കഅബയെ പരിചയപ്പെടുത്തിയത്. ഇതുപോലെ തന്നെയാണ് അല്ലാഹു തആല ചില വ്യക്തികളെയും അല്ലാഹു തആല ബഹുമാനിക്കുകയും ആദരിക്കുകയും ബർക്കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ബർക്കത്തുള്ളവരാണ്. കാരണം അവർ മുത്തഖീങ്ങളായതുകൊണ്ടാണ്. ഇന്ന ഔലിയാഅ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ബർക്കത്തുള്ളവരായിട്ട് മാറിയതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവർ മുത്തഖീങ്ങളായിരുന്നു എന്നതുകൊണ്ട് തന്നെ. അവർ വിലായത്തിന്റെ മർത്തബയിൽ എത്താനുള്ള കാരണം അവരുടെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ്. അവർ വിലായത്തിന്റെ മർത്തബയിൽ എത്തിയതും അവർ ബർക്കത്തുള്ളവരായിട്ട് മാറിയതും തഖ്വയുള്ളത് കൊണ്ടാണ്.
എന്താ തഖ്വ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹു എന്താണോ നമ്മൾ കൽപ്പിച്ചത് അത് പൂർണ്ണമായി അനുസരിക്കുക, അത് പ്രവർത്തിക്കുക. അള്ളാഹു എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് പൂർണ്ണമായി എന്ത് ചെയ്യുക, വർദ്ധിക്കുന്നവനാണ് മുത്തഖി, തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെച്ചവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അതുകൊണ്ടാണ് അവർ ബറക്കത്തുള്ളവരായിട്ട് മാറിയത്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. വിശ്വസിക്കുകയും സൂക്ഷ്മ ജീവിതം പുലർത്തുകയും ചെയ്തവർക്ക് ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശ ഭൂമികളുടെ ബറക്കത്തിന്റെ കവാടങ്ങൾ, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ, നന്മയുടെ കവാടങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു തആല തുറന്നു കൊടുക്കുമെന്നാണ്. അവർ ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാണ് മുത്തഖിയാകുക, തഖ്വയുള്ളവരായി ജീവിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ടവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. നാം ഇന്നോട് ഒരുമിച്ചു കൂടിയത് ആരുടെ നാമോദയത്തിലാണോ മഹാനായ ശൈഖ് യൂസുഫ് ഉസ്താദ് റളിയല്ലാഹു മർക്കദുഹു, അദ്ദേഹത്തിന്റെ നാമത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം സൂക്ഷ്മതയുള്ള ഒരു ജീവിതമായിരുന്നു എന്നതിന്റെ പേരില്ല. ആ സൂക്ഷ്മ ജീവിതം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിലായത്തിന്റെ മർത്തബയിലെത്തിയത്. ഒരുപക്ഷെ നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ട്, വലിയ എന്നൊക്കെ ഒരു കറാമത്ത് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അനുഭവമില്ല. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട്, വിലായത്തിന്റെ മാനദണ്ഡമല്ല എന്ത് കറാമത്ത് കാണിക്കുക എന്നുള്ളത്. വിലായത്തിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് മുത്തഖിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. മുത്തഖിയായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വലിയാണ് എന്നുള്ളത് ഏറ്റവും വലിയ കറാമത്ത് തന്നെയാണ്. അങ്ങനെ ജീവിച്ചൊരു മഹാനാണ് മഹാനായ യൂസുഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബറക്കത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ബറക്കത്തുള്ള വ്യക്തികളിൽ നിന്നാൽ ബറക്കത്തുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മൾക്ക് ബറക്കത്ത് ലഭിക്കണമെങ്കിൽ നാം അവരുമായിട്ട് എന്ത് ചെയ്യണം? കൂടിച്ചേരണം. ഇങ്ങനെയാണ് അവരുമായിട്ട് കൂടിച്ചേരുന്നത്. മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുമായി നാം എങ്ങനെ കൂടിച്ചേരുന്നത്? അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന ഒഭാത്താകുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ കൂടി നമ്മൾക്ക് വരച്ചു കാണിച്ചിരുന്ന ഒരു ജീവിത മാർഗമുണ്ട്. ആ മാർഗത്തെ നാം അനുധാവനം ചെയ്യുമ്പോഴാണ് അവരുമായി നാം എന്ത് ചെയ്യുന്നത്? കൂടിച്ചേരുന്നതാണ്. മഹാനായ യൂസുഫ് ഉസ്താദ് ഈ ഭൂമി ലോകത്തെ കാരണം ജീവിച്ചിരുന്ന സമയത്ത് എനിക്കത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് മഹാനകളെ കുറിച്ച് അറിയാം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ഒരു മഹാനായ യൂസുഫ് ഉസ്താദ് റളിയല്ലാഹു അൻഹു. ഇരിക്കുമ്പോൾ പ്രഭാഷണം നടത്തിയ മഹാനായ ഉസ്താദ് അവർ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വിശദീകരിച്ചത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ മഹാനാളുകളുടെ ഔലിയാക്കന്മാരുടെ ബറക്കത്ത് നമ്മൾക്ക് നേടിയെടുക്കണമെങ്കിൽ അവരുമായിട്ട് നാം എന്ത് ചെയ്യണം? ഒരു കൂടിക്കലരുണ്ടാകണം. എങ്ങനെ? അവർ ജീവിച്ച് കാണിച്ചു തന്ന വഴി, അവർ ജീവിച്ച് കാണിച്ചു തന്ന ജീവിത രീതി, അത് നമ്മുടെ ജീവിത രീതിയായി നാം എന്ത് ചെയ്യണം? അനുധാവനം ചെയ്യുമ്പോൾ, അത് നാം പ്രവർത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് അവരുമായിട്ട് എന്ത് ചെയ്യുക? കൂടിച്ചേരുക എന്ന്, അവരുമായിട്ട് കൂടിക്കലരുക എന്നുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പറഞ്ഞതുപോലെ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൽ എന്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോദ്യത്തിന് അവസാന ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ നീ സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞല്ലോ.
അത് എപ്പോഴാകുന്നത്? അവൻ നമ്മെ കാണിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മഹാനായ യൂസുഫ് അവരുടെ ജീവിതത്തിൽ കാണിച്ചിരുന്ന മാർഗങ്ങളും വഴികളും സുന്നത്തുകളും ഫർളുകളും എല്ലാം നാം അനുധാവനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോഴാണ് ഔലിയാക്കന്മാരുമാരുടെ കൂടിക്കടലും ചേരുന്നതും അവരുടെ ഒപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് കഴിയാൻ സാധിക്കുന്നതും അല്ലാഹുവിന്റെ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ, അദ്ദേഹത്തിനെ കുറിച്ച് നാം ഓർമ്മപ്പെടുത്തുമ്പോൾ, അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന ഈ വാദം പ്രഭാഷണങ്ങളും അന്നദാനങ്ങളും എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. അത് ചെയ്യണം, പുണ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം മഹാനവർ ജീവിച്ച് കാണിച്ചിരുന്ന ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റലാണ്. നാം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നതിന് ഏറ്റവും വലിയ അടയാളം അദ്ദേഹത്തിന്റെ ജീവിത മാർഗം നാം പിൻപറ്റുമ്പോഴാണ്. അത് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും എനിക്ക് പറയാനുള്ളത്, മഹാനവറുകൾ നമ്മൾ കാണിച്ചിരുന്ന മാതൃകയുണ്ട്. പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് മാതൃകയുണ്ട്. സൂക്ഷ്മയോ ജീവിച്ച് ഉന്നതമായ പദവിയിലെത്താം. ആ സൂക്ഷ്മ ജീവിതം നാം അദ്ദേഹത്തിന്റെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും നാം അങ്ങനെ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതാകുന്നത്. അല്ലാതെ മറിച്ച് ഒരു തിരി കത്തിച്ചതുകൊണ്ടോ ആഴ്ചയിൽ മാത്രം വന്നോട് ദുആ ആമീൻ പറഞ്ഞത് കൊണ്ടോ തെറ്റെന്നല്ല, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം പിൻപറ്റുമ്പോഴാണ് നാം അദ്ദേഹത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നതാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ മഹാനവറുകളെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ മുൻപറ്റി ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യം ഈ പരിശുദ്ധമായി മഹനീയമായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്ന പരിശുദ്ധമായ നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹനീയമായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.